മറ്റൊരാളെ വേദനിപ്പിക്കുന്നു എന്ന കാരണത്താലാണ്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് നീയും നിന്റെ റബ്ബും മാത്രമുള്ള നിസ്കാരങ്ങളല്ല, മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കലാണ്. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. എത്ര കണ്ട് നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയോ അത്ര കണ്ട് നീ അള്ളാഹിന്റെ ഇഷ്ടക്കാരനായി മാറും. തഹജ്ജുദ് നീ നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ നീ തഹജ്ജുദിന്റെ എണ്ണത്തിനനുസരിച്ച് മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കുന്നവനാവണം, നിന്റെ കുടുംബക്കാരെ സന്തോഷിപ്പിക്കുന്നവനാവണം, നിന്റെ നാട്ടുകാരെ സന്തോഷിപ്പിക്കുന്നവനാവണം. അതല്ലാതെ നിന്റെ വെറും തഹജ്ജുദ് കൊണ്ട് നീ അള്ളാഹുവിലേക്ക് അടുക്കുന്നവനാവാൻ പോകുന്നില്ല. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർമാരൊക്കെ നേരെ സ്വർഗത്തിലേക്കായിരിക്കും. ചിലപ്പോ നമ്മളെ പോലെയുള്ള മൗലവിമാർ ആര് പോയില്ലെങ്കിലും ഡോക്ടർമാരൊക്കെ സ്വർഗത്തിൽ. നമ്മളെന്താ ചെയ്യാം? മൗലവിമാർ നമ്മൾ ചെയ്യുന്നത് എന്താ? പള്ളിയിൽ ഇമാമത്ത് നിൽക്കും. നമ്മളും പഠിച്ചോണ്ടുള്ള കാര്യമാണ്. ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന കാലത്ത് നാട്ടുകാരെ സന്തോഷിപ്പിക്കാൻ, നാട്ടുകാരെ ചേർത്ത് നിർത്താൻ, നാട്ടുകാരെ ഇണക്കി കൊണ്ടുപോകാൻ, നാട്ടുകാരെ ഐക്യത്തിൽ കൊണ്ടുപോകാൻ ഒരു പണ്ഡിതന് കഴിഞ്ഞില്ലെങ്കിൽ അയാളെ കരിയർ മാത്രമല്ല, ആഖിറം അപകടമാണ്. ഒരു പള്ളിയുടെ ഉസ്താദിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഖത്തീബായാലും പള്ളിയിലുള്ള ഏത് ഉസ്താദുമാരായാലും മദ്രസയിലുള്ള ഉസ്താദുമാരായാലും അവരുടെ ബാധ്യത എന്ന് പറയുന്നത് ഒരു നാടിനെ ഇണക്കി കൊണ്ടുപോകലാണ്. ലോകത്തുള്ള സർവ്വ സമ്പാദ്യങ്ങളും ചെലവഴിച്ചാൽ പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഇണക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഞാനാണ് നിങ്ങൾ അതിന് സഹായിച്ചത്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഡ്യൂട്ടി? എന്തായിരുന്നു? പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഇണക്കലായിരുന്നു ഹബീബിന്റെ ഡ്യൂട്ടി. ഔസിനെയും ഖസ്റജിനെയും ഇണക്കിയതുപോലെ, മക്ക മുശ്രിക്കീങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയതുപോലെ, മദീനക്കാർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയതുപോലെ, നബിയെ ലോകത്തുള്ള സർവ്വ സമ്പാദ്യങ്ങളും ചെലവഴിച്ചാൽ നിങ്ങൾക്ക് അവരെ ഇണക്കാൻ കഴിയില്ല നബിയെ, ഞാൻ വിചാരിക്കണം. അതുകൊണ്ട് ഉസ്താദുമാരായ നമ്മളെ പോലെയുള്ള ഉസ്താദുമാരുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഒരു നാടിനെ ഐക്യത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്, നാടിനെ ഭിന്നിപ്പിക്കലല്ല. ഇയ്യാകും വൽ ഫിർഖ, ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഹിയൽ ഹാലിഖ, അത് തലയിൽ നിന്ന് തലമുണ്ടനം ചെയ്യുമ്പോ, തലയിൽ നിന്ന് മുടി ഷേവ് ചെയ്യുമ്പോ മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെ ഒരാളുടെ ദീൻ അയാളുടെ ഹൃദയത്തിൽ നിന്ന് പഠിച്ച് കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തലമുണ്ടനം ചെയ്യുമ്പോ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെ ഫിർഖത്ത് ഉണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു ദീനിനെ പഠിച്ചു കളയും, ഷേവ് ചെയ്യും. തലയിൽ നിന്ന് മുടി ഷേവ് ചെയ്യുന്നത് പോലെ ഖൽബിൽ നിന്ന് ദീനിനെ ഷേവ് ചെയ്യും. ഫിർഖത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, ഭിന്നിപ്പിന് ആക്കം കൂട്ടുന്നവൻ. നമ്മൾ അങ്ങനെ ആവേണ്ടവരല്ല, നമ്മൾ ഐക്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടവരാണ്, നമ്മൾ ഒന്നിച്ചു പോകാൻ വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ്. മൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന, ആർക്കാണോ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ മനോഹരമായ ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നത്, ഫല്യൽസമിൽ ജമാഅ, അവർ ഐക്യത്തോടെ നിൽക്കട്ടെ എന്ന്, അവർ സംഘടിതമായി നിൽക്കട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി